സൗദി അറേബ്യക്ക് ഹൂത്തികളുടെ നാവിക ഉപരോധം. സംഘർഷാവസ്ഥ കഠിനമാകുന്നതിൻ്റെ ഭാഗമായി ഇപ്പോൾ പുതിയൊരു പ്രസ്താവന കൂടി ഹൂത്തികളുടെ ഭാഗത്തുനിന്ന് വന്നതോടുകൂടി ഒരു മേഖലാ യുദ്ധത്തിൻ്റെ രീതി ഈ ഭാഗങ്ങളിൽ പടർന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. 2014 മുതലാണ് ഹൂത്തികളും സൗദി അറേബ്യയും തമ്മിൽ വിഷയങ്ങൾ ഉണ്ടാകുന്നത്. യമൻ രാജ്യത്തിലെ സർക്കാരിനെ സംരക്ഷിക്കാൻ ആ രാജ്യത്ത് തന്നെ ഷിയ മിലീഷ്യയായിരിക്കുന്ന ഹൂത്തികൾക്കെതിരെ പട നയിക്കാൻ വേണ്ടിയിട്ടാണ് യമൻ സർക്കാർ സൗദി അറേബ്യയുടെ സഹായം തേടിയത്. ആദ്യം അവർ സഹായം തേടിയത് അമേരിക്കയുടേതായിരുന്നു. എന്നാൽ അമേരിക്ക അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. അവർ പറഞ്ഞ കാര്യം, യമൻ പോലെയുള്ള വൈകാരിക തലമുള്ള ഒരു രാജ്യമാണ്, മുസ്ലിം സംവിധാനത്തിൽ ഏറ്റവും കൂടുതൽ ഇടപെടലുകൾ പല മേഖലകളിലും നടത്തുന്ന ഒരു രാജ്യം കൂടിയാണ് യമൻ. അവിടെ ഇപ്പോൾ അമേരിക്ക നേരിട്ട് ഇടപെടുന്ന സമയത്ത് അത് വ്യത്യസ്ത തരത്തിലൊക്കെ വ്യാഖ്യാനിക്കാനും പിന്നീട് അത് അറേബ്യൻ രാജ്യങ്ങളിലുള്ള സൈനിക ബേസ് കേന്ദ്രീകരിച്ച് വിഷയമുണ്ടാക്കാനും സാധ്യതയുണ്ട് എന്ന് അമേരിക്ക അന്ന് തന്നെ പറഞ്ഞതാണ്. അപ്പോൾ അത്തരം ഒരു വിഷയം ഉണ്ടായ സമയത്ത് പിന്നീട് അമേരിക്ക തന്നെയാണ് യമൻ സർക്കാരിനോട് പറയുന്നത്, നിങ്ങൾ മുസ്ലിം രാജ്യങ്ങളുടെ സഹായം തേടുക. അങ്ങനെയാകുന്ന സമയത്ത് പിന്നീട് ആപൽക്കരമായിരിക്കുന്ന വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല, രാഷ്ട്രീയ വിഷയങ്ങൾ മാത്രമേ ഉണ്ടാകൂ എന്ന്. അങ്ങനെ സൗദി അറേബ്യയുടെ സഹായം തേടുന്നു, യുടെ സഹായം തേടുന്നു. യും സൗദി അറേബ്യയും യമനെ സഹായിക്കാൻ വേണ്ടി ഹൂത്തികളുമായി യുദ്ധത്തിൽ ഏർപ്പെടുന്നു. ഈ സംഭവം നടക്കുക 2014 പിന്നീട് സൗദി അറേബ്യയുടെയും യമൻ്റെയും അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് രൂക്ഷമായിരിക്കുന്ന ഒരു തുറന്ന പോരും യുദ്ധവും നടന്നു. ഹൂത്തികളെ സംബന്ധിച്ചിടത്തോളം പ്രാദേശിക ഭരണ സംവിധാനമാണ് അവരെങ്കിലും ആയുധ സൈനിക ബലത്തിൽ ശക്തിയുള്ള ഇറാൻ്റെ പിന്തുണയുണ്ട് എന്നതിനാൽ അവരുടെ ആ യുദ്ധം നീണ്ടു പോയി എന്നുള്ളതാണ്. 8 വർഷത്തോളമെങ്കിലും യുദ്ധം ചെയ്തു എന്ന് പറയുന്നു. ചില റിപ്പോർട്ടിനകത്ത് 10-ലധികം വർഷം എന്ന് പറയുന്നു. 10 മേലെ എന്നാണ് കാണാൻ പറ്റുന്നത്. യുദ്ധത്തിൽ വലിയ നാശങ്ങളും വലിയ നഷ്ടങ്ങളും സൈനിക നഷ്ടവും എല്ലാ രാജ്യങ്ങൾക്കും സൗദി അറേബ്യയ്ക്ക് ഉണ്ടായിട്ടുണ്ട്, യുഎഇക്ക് ഉണ്ടായിട്ടുണ്ട്, അതേപോലെ തന്നെ യമൻ സർക്കാരിനുണ്ടായിട്ടുണ്ട്, ഹൂത്തികൾക്കും ഉണ്ടായിട്ടുണ്ട്. ആരും ജയിക്കാത്ത, ആരും തോൽക്കാത്ത ഒരു യുദ്ധമായിട്ട് ഏറെക്കുറെ ഹൂത്തി സൗദി യുദ്ധം അവസാനിച്ചു എന്നുള്ളതാണ്. 2023 കാലഘട്ടത്തിലാണ് ഏറെക്കുറെ ഒരു ശാന്തമായിരിക്കുന്ന ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടാകുന്നത്. അത് ചൈനയുടെ ഇടപെടൽ മൂലം ഇറാനും സൗദി അറേബ്യയും തമ്മിൽ ഒരു മധ്യസ്ഥ കരാറിലേക്ക് വരുത്താൻ വേണ്ടിയിട്ട് ചൈന ശ്രമം നടത്തുകയും അതിൽ ചൈന വിജയിക്കുകയും ചെയ്തു. അതോടുകൂടി യമനുമായി നല്ല ബന്ധമായി, യമനിലെ ഹൂത്തികളുമായിട്ടും നല്ല ബന്ധമായി. പിന്നീട് 2025 ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് ചില സഹായങ്ങളെല്ലാം അമേരിക്ക സൗദി അറേബ്യയോട് ആവശ്യപ്പെട്ടെങ്കിലും അവർ നൽകിയില്ല. ആ യുദ്ധം ഒന്നുകൂടി കഠിനമായി 2026 നമ്മുടെ ഈ വർഷം. കഠിനമായ സമയത്ത് ആദ്യഘട്ടത്തിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന ജോ ബൈഡൻ ചെങ്കടലുമായി ബന്ധപ്പെട്ട വിഷയം ഉണ്ടായപ്പോൾ, അഥവാ ചെങ്കടലിൽ നിന്ന് അമേരിക്കയുടെ സൈനിക ബേസിന് നേരെയും അവരുടെ സൈനിക കപ്പലിന് നേരെയും നിരന്തരം ഹൂത്തികൾ ആക്രമിച്ചപ്പോൾ ചെങ്കടലിൻ്റെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് തങ്ങളുമായിട്ട് സഹകരിക്കണമെന്ന് അമേരിക്ക സൗദി അറേബ്യയോട് ആവശ്യപ്പെട്ടു. അഥവാ ഹൂത്തികൾക്കെതിരെ യുദ്ധം നയിക്കാൻ വേണ്ടിയിട്ട് തങ്ങളോട് സഹകരിക്കണം എന്നുള്ളതാണ്. സൗദി അറേബ്യ ഒരിക്കലും അത് തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല, അവരൊരു കാര്യം കൂടി ചേർത്ത് പറഞ്ഞു, നിങ്ങളൊരിക്കലും ഹൂത്തികളുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടരുത്, അവരെ കീഴടക്കാൻ വേണ്ടി സാധിക്കില്ല, അത്യാധുനികമായിരിക്കുന്ന ആയുധങ്ങൾ അവരുടെ കൈവശത്തിലുണ്ട്. അപ്പോൾ അതിന് ഏറ്റവും ഉചിതമായിരിക്കുന്ന കാര്യം അവരുമായിട്ട് നല്ല രീതിയിൽ പോകുന്നതാണ് എല്ലാവർക്കും ഗുണം എന്ന് പറഞ്ഞു വെക്കുകയും അത് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വലിയ നീരസം ബൈഡൻ ഉണ്ടാവുകയും ചെയ്തു. സൗദി അറേബ്യയുടെ നിസ്സഹകരണം അത് ഈജിപ്ത്, ചെങ്കടൽ അതിർത്തി പങ്കിടുന്ന ഈജിപ്ത് ആണെങ്കിലും യുഎഇ ആണെങ്കിലും ബഹ്റൈൻ ആണെങ്കിലും എല്ലാവരും തത്തുല്യമായ രീതിയിൽ തന്നെയാണ് പറഞ്ഞത്. ഇപ്പോൾ അറബ് രാജ്യങ്ങളുമായിട്ടൊരു യുദ്ധത്തിന് അറേബ്യൻ രാജ്യങ്ങൾ തയ്യാറാകുന്നൊരു സ്ഥിതി വന്നാൽ വലിയ രീതിയിലുള്ള സങ്കീർണമായിരിക്കുന്ന വിഷയങ്ങൾ സാമ്പത്തിക രംഗത്തും പ്രതിരോധ രംഗത്തും ആയുധ രംഗത്തും ഉണ്ടാവും എന്ന് കൃത്യമായി മനസ്സിലാക്കി അറേബ്യൻ രാജ്യങ്ങൾ അതിനോട് നിസ്സഹകരണം കാണിച്ചു. 2026 അവസാന ഘട്ടത്തിൽ പിന്നീട് ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വീണ്ടും സംഘർഷവും വിഷയങ്ങളുണ്ടായപ്പോൾ ട്രംപിൻ്റെ നിലപാട് സഹകരിക്കണമെന്നാണ് അറേബ്യൻ രാജ്യങ്ങളുടെ നിലപാട് സഹകരിക്കില്ല എന്നുള്ളതാണ്. അങ്ങനെയാണ് അത് പോകുന്നത്.
ഇപ്പോൾ യുദ്ധത്തിൻ്റെ പാറ്റേൺ മാറി, രീതി മാറി, അവസ്ഥകൾ മാറി. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ തുറന്ന യുദ്ധം അമേരിക്ക ഇറാന് നേരെ നടത്തുന്നു. അതിന് തത്തുല്യമായൊരു തിരിച്ചടി ഇറാൻ അറേബ്യൻ രാജ്യങ്ങളുടെ അമേരിക്കയുടെ സൈനിക ബേസിന് നേരെ നടത്തുന്നു. ഈ സൗദി ഊത്തികളുടെ നാവിക ഉപരോധം സൗദിക്കെതിരെ ഊത്തികൾ നാവിക ഉപരോധം പ്രഖ്യാപിച്ചതോടെ ഈ മേഖലയിലൂടെ സഞ്ചരിച്ചിരുന്ന 2 കപ്പലുകളെ സൗദി അറേബ്യ തിരിച്ചു വിളിച്ചു. ചെങ്കടൽ കടന്ന് ബാബുൽ മന്ദബ് കടന്നിട്ട് വേണം മറ്റ് കടലിടുക്കിലേക്ക് പ്രവേശിക്കാൻ. അപ്പോൾ ഇവിടെ തന്നെ പ്രശ്നമാണെങ്കിൽ കപ്പൽ തകർക്കപ്പെടും, അതിലുള്ള സാമഗ്രികൾ തകർന്നു പോവും, ഒരുപക്ഷെ അതിലെ ജീവനക്കാർ അപകടത്തിലാവുകയും ചെയ്യും. ഇതിന് താല്പര്യമില്ലെന്ന് മനസ്സിലാക്കിയിട്ടാണ് സൗദി അറേബ്യ തിരിച്ചു വിളിച്ചത്. എന്നാൽ ബാബുൽ മന്ദബ് അടച്ചാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ട്രംപ് പറഞ്ഞു. ട്രംപിൻ്റെ വാക്ക് പഴയ ചാക്ക് പോലെ അതങ്ങനെ നല്ലൊരു വാക്കായിട്ട് സ്ഥാപിക്കപ്പെടാൻ വേണ്ടി സാധിക്കുമെന്ന് ലോകം വിശ്വസിക്കുന്നില്ല. കാര്യം ഓർമസ് കടൽ അടച്ചാൽ തങ്ങൾ തുറന്ന യുദ്ധം നടത്തുമെന്നും അത് 24 മണിക്കൂർ കൊണ്ട് മോചിപ്പിക്കുമെന്ന് പറഞ്ഞ അമേരിക്കക്ക് 5 മാസം കഴിഞ്ഞിട്ടും ഇപ്പോൾ ശ്വാസം മുട്ടുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അപ്പോൾ ട്രംപ് പറയുന്നത് ഒന്നാണ്, പ്രവർത്തിക്കുന്ന ഒന്നാണ്. അവർക്ക് ലക്ഷ്യം കാണാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളത് മറ്റൊരു സ്ഥിതിയാണ്. എന്നാൽ അമേരിക്കയ്ക്കെതിരെ, അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ അമേരിക്കക്കകത്ത് വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ, സമരങ്ങളൊക്കെ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. $37.5 ബില്യൺ നിലവിലെ സാഹചര്യത്തിൽ ഇറാൻ യുദ്ധത്തിന് വേണ്ടി അമേരിക്ക ചെലവഴിച്ചത്. അപ്പോൾ ഡെമോക്രറ്റുകൾ അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്തിനു വേണ്ടി, എന്ത് നേടി? രാജ്യത്തിൻ്റെ സമ്പത്ത് ഇത്രയും വലിയ രീതിയിലുള്ള നാശത്തിന് വിധേയമാക്കിയിട്ട് അമേരിക്ക നേടിയത് എന്താണ്? ലോകത്തിന് മുൻപിൽ നമ്മൾക്ക് എന്ത് പറയാൻ വേണ്ടി സാധിക്കും എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരമില്ല. 65% അമേരിക്കക്കാരും ഈ യുദ്ധത്തിന് എതിരാണ് എന്നുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വന്നു. അത് എക്സിറ്റ് പോൾ പോലെയുള്ള ഒരു സംവിധാനം ജനങ്ങൾക്കിടയിലൂടെ നടത്തിയിരിക്കുന്ന സർവേ ആണ്. ഈ സർവേയിൽ പറയുന്നത് 65% എതിരാണ്. 20%-ലേറെ ഈ നിലപാടിനോട് ചെറിയ രീതിയിൽ യോജിക്കുന്നു. മറ്റുള്ള ഒരു 6%-മാണ് പൂർണ്ണമായിട്ട് യോജിപ്പുള്ളത്. അങ്ങനെ ചില ആൾക്കാർ മാറി നിൽക്കുന്നു. അങ്ങനെയൊക്കെയാണ് ആ റിപ്പോർട്ട് പുറത്തു വന്നത്. അപ്പോൾ സാധാരണഗതിയിൽ അമേരിക്ക ഒരു രാജ്യവുമായിട്ട് യുദ്ധമോ പ്രശ്നങ്ങളോ ഉണ്ടാക്കുന്ന സമയത്ത് ആ രാജ്യത്തോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളത് സാധാരണഗതിയിൽ അമേരിക്ക ചെയ്യാറുള്ളതാണ്. കാര്യം ലോകത്തിൻ്റെ അധീശത്വം എല്ലാ കാലത്തും അമേരിക്കയുടെ കൈവശത്ത് വരണം എന്ന് ആഗ്രഹിക്കുന്ന ഓരോ അമേരിക്കൻ പൗരനും അമേരിക്കയുടെ നയങ്ങൾക്കും നിലപാടിനോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. അതുണ്ടാവാറുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ അതില്ല എന്നുള്ളതാണ്. ഇപ്പോൾ സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്പോൾ അനുഭവിക്കുന്ന വിഷയം ഇതോടുകൂടി പറയുന്നുണ്ട്. കൃത്യമാണെങ്കിൽ 65 മുതൽ 72 കപ്പലുകളെങ്കിലും ഒരു ദിവസം സൗദി അറേബ്യയിൽ നിന്ന് ബാബുൽ മന്ദബ് കടന്നുകൊണ്ട് മറ്റ് കടലിടുക്കിലേക്ക് മറ്റ് രാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇതാണ് അടക്കപ്പെടാൻ എന്ന് പറഞ്ഞത്. ഈ 65 മുതൽ 72 കപ്പൽ വരെ നിത്യേന പോകുന്നു എന്ന് പറയുന്ന സമയത്ത് പൂർണ്ണമായ രീതിയിലുള്ള സൗദി അറേബ്യയുടെ ആയിക്കൊള്ളണമെന്നില്ല. പറയുന്നത് പല കപ്പലുകളിലും ഐഡൻറ്റി വെളിവാക്കാത്തതും അതിലൂടെ സഞ്ചരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഭാഗത്ത് ഓർമുസിൻ്റെ നിയന്ത്രണം ഇറാൻ്റെ കയ്യിൽ, മറുഭാഗത്ത് ബാബുൽ മന്ദബിൻ്റെ നിയന്ത്രണം ഇറാൻ്റെ കയ്യിൽ എന്ന് പറയുന്ന സമയത്ത് ഹൂത്തികൾ ഇറാൻ്റെ ഷിയ മിലീഷ്യകളായതുകൊണ്ട് ഇറാൻ തൻ്റെ നിർദ്ദേശത്തിനനുസരിച്ചാണ് ഈ പ്രവൃത്തികൾ ചെയ്യുക. അഥവാ ഇറാനും സൗദി അറേബ്യയും തമ്മിൽ പോലും അകന്നു നിൽക്കുന്നൊരു സ്ഥിതിയിലേക്കാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ അവസ്ഥകൾ എത്തിയത്. അതുകൊണ്ട് അവിടെ വിദേശകാര്യ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നയതന്ത്ര മേഖലയിൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറി സൗദിയും ഇറാനും തമ്മിലുണ്ടാവുകയും ഏറ്റവും പ്രധാനമായിരിക്കുന്ന ഉദ്യോഗസ്ഥരെ, അറ്റാഷെ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ അവർക്ക് സഹായം നൽകുന്നവരെയും രാജ്യത്ത് നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് സൗദി ശ്രമം നടത്തി. 48 മണിക്കൂറിനുള്ളിൽ രാജ്യം വിട്ടു പോകണം എന്നാണ് പറഞ്ഞത്. അതോടൊപ്പം ഇറാനിൽ പ്രവർത്തിക്കുന്ന സൗദി വിദേശകാര്യ വകുപ്പിനോട് അതിൻ്റെ ഉദ്യോഗസ്ഥരോട് മടങ്ങി വരാൻ വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്യുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ യുദ്ധം എന്ന് പറയുന്നത് ഗതി മാറിയിട്ട് വരികയാണ്. ഏതൊക്കെ മേഖലയിൽ എങ്ങനെയൊക്കെയാണ് ഇത് അവസാനിക്കുക എന്ന് പറയാൻ പറ്റാത്ത വിധം വല്ലാത്ത സങ്കീർണമായിരിക്കുന്ന വിഷയത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. ബാബുൽ മന്ദബ് അടക്കുന്നൊരു സ്ഥിതി ഉണ്ടായാൽ അതോടനുബന്ധിച്ച് തന്നെ ഹൂത്തികൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഇപ്പോഴത്തെ
ഡോളറിൻ്റെ വിനിമയം ഇടിഞ്ഞു പോവുക മാത്രമല്ല, പെട്രോളിയത്തിൻ്റെ വില ഇപ്പോൾ 70 രൂപയാണെങ്കിൽ, $70 അന്ന് ഈ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് $70 ഇപ്പോൾ അതിനേക്കാൾ കൂടിയിട്ടുണ്ട്. $200 അത് എത്തും എന്ന് കൂടി പറഞ്ഞു വെക്കുന്നു. അപ്പോൾ മറ്റൊരു സങ്കീർണ വിഷയത്തിലേക്ക് സൗദി അറേബ്യയും ഹൂത്തികളും കടന്നിരിക്കുന്നു എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.